الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أما سمعتم قول الله عز وجل: ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. وقد قال النبي صلى الله عليه وسلم: اتق الله حيثما كنت اتق الله حيثما كنت واتبع السيئة الحسنة تمحها وخالق الناس بخلق حسن. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا. إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد. أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. اللهم اجعل القرآن ربيع قلوبنا ونور أبصارنا وجلاء حزننا وذهاب همنا وغمنا يا رب العالمين. اللهم ارحمنا بالقرآن واجعله نورا وهدى ورحمة لنا وذكرنا ما نسينا منه وعلمنا ما جهلنا منه وارزقنا تلاوته آناء الليل وأطراف النهار برحمتك يا أرحم الراحمين. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
അനവധി സംവിധാനങ്ങളുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും നിയന്താവും പരിപാലകനുമായ സർവോപരി അർഹമുർ റഹീമായ നമ്മുടെ റബ്ബിൻ്റെ വിധി വിലക്കുകളെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സ്വാധീനിക്കും. അങ്ങനെ എല്ലാ മേഖലകളിലും നിഷ്ഠാപൂർവ്വം ഉള്ളുരുകിയ പ്രാർത്ഥനയോടുകൂടി പാലിച്ചും സൂക്ഷിച്ചു തികഞ്ഞ തഖ്വയിലധിഷ്ഠിതമായ തികഞ്ഞ തഖ്വാബോധത്താൽ സദാ നിയന്ത്രിക്കപ്പെടുന്ന നല്ലൊരു ജീവിതം, അച്ചടക്കവും സന്തുലിതത്വവും സൗന്ദര്യവുമുള്ള ഒരു നല്ല ജീവിതം ഞാനും നിങ്ങളും നമ്മുടെ കുടുംബങ്ങളൊക്കെ കൂട്ടായി ഒത്തൊരുമിച്ച് പ്രാർത്ഥനാപൂർവം കെട്ടിപ്പടുക്കാൻ, അങ്ങനെയുള്ള ജീവിതം കൂട്ടായി സദാ നയിക്കാൻ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും പ്രത്യേകം പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നാണെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അർഹമുറാഹിമീനായവർക്ക് നമ്മളെല്ലാവരെയും, നമ്മുടെ ഇണകളെയും, നമ്മുടെ എല്ലാ മക്കളെയും, പേരക്കുട്ടികളെയും, നമ്മുടെ ഉടപ്പുറപ്പുകളായ എല്ലാ സഹോദരി സഹോദരന്മാരെയും പലപ്പോഴായി പല നിലക്കും നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ദുആ ചെയ്യാവുന്ന നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള എല്ലാവരും അല്ലാഹു അവരുടെ സാലിഹ്യങ്ങളിലും മുത്തഖീങ്ങളിലും ഉൾപ്പെടുത്തി ഇരു ലോകത്തും അനുഗ്രഹിക്കുന്നതാണ്. നമ്മെയും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ട സമുദായത്തിൽ, നമ്മുടെ നാടിന് പല നിലക്കും അലട്ടുന്ന, അലോസരപ്പെടുത്തുന്ന, നമ്മൾക്ക് ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന എല്ലാ പ്രശ്ന സങ്കീർണതകളും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല അവൻ്റെ അപാരമായ കൃപ പരിഹരിച്ച് നമ്മൾക്കെല്ലാവർക്കും, നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ, നമ്മുടെ സമുദായത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണം. പ്രിയപ്പെട്ടവർ, ഊതി വെച്ചത് സൂറത്തുൽ ആദിയാത്ത് എന്ന നമ്മൾക്ക് സുപരിചിതമായ ഖുർആൻ ആവർത്തന വിരസത ഒട്ടുമേ ഭയപ്പെടേണ്ടതില്ലാത്ത വിശുദ്ധ ഗ്രന്ഥമാണ്. ആവർത്തനം ഒരിക്കലും തെറ്റല്ല. അങ്ങനെ ചെയ്യണം. കുറെ മുമ്പ് കേട്ട് പിന്നെയും പറയുന്നില്ല. അത് നമ്മുടെ ഒരുപക്ഷെ നമുക്കുള്ള വെറുപ്പോ അക്ഷമയോ പ്രകടിപ്പിക്കാനുള്ള വർത്താനമാണ്. നമ്മളെല്ലാവരുടെയും ജീവിതം അടിമുടി ആവർത്തനങ്ങളുടെ ഒരു ചാക്രിക പ്രക്രിയയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഒരു പൊതുവെ പ്രഭാഷണമൊക്കെ ആകുമ്പോൾ വിരസമാകാതിരിക്കണം എന്നതാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്, ശ്രദ്ധിക്കാവുന്നതും. അല്ലാഹു തആല പ്രവാചകനെ നിയോഗിച്ചതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമായി പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബുഇസ്തു ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്. നബി പറയാം, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഉത്തമ സ്വഭാവങ്ങളുടെ പൂർത്തീകരണാർത്ഥമാണ്. അത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കാനാണ്. അപ്പോൾ അടിസ്ഥാനപരമായ കുറേ സ്വഭാവം നമ്മൾ സദാ ഉണ്ടായിരിക്കേണ്ട കുറെ ഗുണവിശേഷം, അത് നമ്മൾ
ഇടയ്ക്കടെ അടിക്കടി ഓർക്കണം, അനുസ്മരിക്കണം. മനുഷ്യൻ വലിയ മറവിക്കാരനാണ്. ഇൻസാൻ ഒരു നിസ്യാനില്ല, വലിയ മറവിയാണ്. ആ മറവിക്കുള്ള പരിഹാരമാണ് വിശാലമായ അർത്ഥത്തിലുള്ള ദിക്ർ. ഞാൻ മറന്നുപോയതിനെ വീണ്ടെടുക്കുന്നതാണ് ശരിക്കുള്ള ദിക്ർ. അതാണ് അനുസ്മരണം. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മളിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ സദാ നിലനിൽക്കേണ്ട കാര്യം ഒരിക്കലും സൂചിപ്പിക്കുക. വിശുദ്ധ ഖുർആനിലെ അധ്യായത്തിൻ്റെ പേര് സൂറത്തുൽ ലുഖ്മാൻ. അദ്ദേഹം മഹാനായ ഒരു ചരിത്ര പുരുഷനാണ്. പ്രവാചകനായിരുന്നോ അല്ലേ എന്നൊക്കെ അഭിപ്രായം. ഏതായാലും ഖുർആൻ വളരെ പ്രാധാന്യപൂർവ്വം പരാമർശിച്ചിട്ടുള്ള വളരെ മഹാനായ ഒരു ചരിത്ര പുരുഷനാണ്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഖുർആനിലെ ഒരു അധ്യായം. ആ അധ്യായത്തിൽ അദ്ദേഹത്തെ അല്ലാഹു തആല പരിചയപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം സ്വന്തം വീട്ടിൽ നടത്തിയ സാരസമ്പൂർണമായ വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ എക്കാലത്തെ മനുഷ്യർക്ക്, വിശിഷ്യ സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടാൻ ഉദ്ദേശിക്കുന്നു. ലുഖ്മാൻ അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ എന്ന് പറഞ്ഞത് വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത. തീർച്ചയായും ലുഖ്മാൻ അലൈഹിസ്സലാമിന് നാം ഹിക്മത്ത് പ്രദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിക്മത്ത് എന്നതിനാണ് ഒറ്റ വാക്കിൽ, ഒരു പരിഭാഷയും ഒറ്റ വാക്കിൽ പൂർണ്ണമാവില്ല. വിശേഷിച്ച് ഖുർആനിൽ ഉപയോഗിച്ച പദാവലികൾ തത്വജ്ഞാനം, യുക്തിജ്ഞാനം എന്നൊക്കെ പറയും. അതായത് യുക്തി തത്വം ഒരുപോലെ ഉണ്ട്. ചിലപ്പോൾ തത്വം ഉണ്ടാവും, യുക്തി ഉണ്ടാവില്ല, യുക്തി ഉണ്ടാവും, തത്വം ഉണ്ടാവില്ല എന്നൊക്കെ വരാറുണ്ട്. ഇതല്ല, യുക്തിഭദ്രവും തത്വസമ്പൂർണവുമായ കാഴ്ചപ്പാടും അറിവ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയതാണ്. അള്ളാഹ് ഒരാൾക്ക് ഹിക്മത്ത് നൽകിയാൽ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ആരൊരുത്തർക്ക് അല്ലാഹു തആല അങ്ങനെ യുക്തിപൂർവം തത്വപൂർവം കാര്യങ്ങൾ കാണാനും ഗ്രഹിക്കാനുമുള്ള ശേഷി നൽകിയിട്ടുണ്ടോ, ഫഖദ് ഊതിയ ഖൈറൻ കസീറ, അവർക്ക് ധാരാളത്തിലേറെ നന്മകളാണ് അല്ലാഹു നൽകുന്നത്. അപ്പോൾ അങ്ങനെ ലുഖ്മാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു പരിചയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം ലുഖ്മാൻ ഹക്കീം, ഹിക്മത്തുള്ള വിലയേറിയ വിലപ്പെട്ട ഹിക്മത്തിനാൽ വിശേഷപ്പെട്ടിട്ടുള്ള മഹാപുരുഷൻ ഇതാണ്. ആ ഹിക്മത്ത്, ആ തത്വജ്ഞാനം, ആ യുക്തിജ്ഞാനം വളരെ വിശാലമാണ്. തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാടുണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ വിലപ്പെട്ട ഉപദേശങ്ങൾ. അതൊക്കെ അറിയാനും പഠിക്കാനും ശ്രമിക്കുന്നത് നല്ലതാണ്, അതെക്കാലത്തും ഉപകാരപ്രദവുമാണ്. പക്ഷെ അതൊക്കെ ആറ്റി കുറുക്കി സംക്ഷേപിച്ചിട്ട് ഒറ്റ വാക്കിൽ പറയാം, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്. ഈ ചരിത്രത്തിൽ പുകഴ്വെച്ച ഹക്കീം എന്ന മേൽവിലാസത്തിന് കാരണമായ ആ വിശിഷ്ടമായ അറിവിന്റെ ആകസാരം, ആകത്തുക ആറ്റിക്കുറുക്കി അല്ല പറയും. എന്താ? അനിഷ്കുർ ലില്ലാഹ്, അല്ലാഹുവിന് സദാ ശുക്ർ ചെയ്യണം എന്ന ഉള്ളത് ബോധം. ഇത് ചെറിയ വിഷയമല്ല. ശുക്ർ എന്നത് അർത്ഥപൂർണമാവണമെങ്കിൽ ചില അറിവുകൾ വേറെ ഉണ്ട്. മാത്രം ശുക്ർ എന്നത് വഴി തെറ്റിയാൽ, ശുക്ർ ഉണ്ടാവണമെന്ന് മാത്രമല്ല, ശുക്ർ വഴി തെറ്റിയാൽ അത് എളുപ്പം മഹാനാശകരമായ ശിർക്കിലേക്ക് കൂട്ടുകുത്തും.
അതാണല്ലോ. അതുകൊണ്ടാണ് ചില അറിവുകൾ വേണം. ശുക്റും ശുർക്കും എഴുതാൻ കായും റായും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. അതുപോലെ തന്നെയാണ് ശുക്രൻ നാം വഴിതെറ്റിയാൽ നമ്മൾ ശുക്കിൻ്റെ അങ്ങേയറ്റത്തെ അപകടകരമായ ഗർത്തത്തിലേക്ക് വീഴും. ഇപ്പൊ ശുക്ർ അർത്ഥപൂർണമാവണമെങ്കിൽ ഒന്നാമതായി നമ്മൾ നിത്യം നിരന്തരം അനുനിമിഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം അസംഖ്യം അനുഗ്രഹങ്ങളെ പറ്റിയുള്ള തികഞ്ഞ ബോധം സദാ ഉണ്ടാകും. ഇവിടെ അത്യാവശ്യം നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അങ്ങനെ ചൊല്ലി തിട്ടപ്പെടുത്തി കണക്കാക്കാൻ തുനിയാണെങ്കിൽ അങ്ങനെ സാധ്യമല്ല. അല്ലാഹു തആല ആയത്തിൽ സമാപിപ്പിക്കുന്നത് തീർച്ചയായും മനുഷ്യൻ മഹാ അക്രമം അങ്ങേയറ്റത്തെ നന്ദി കണ്ടു. ഖുർആൻ ശുക്റിന്റെ വിപരീതമായിട്ട് ഉപയോഗിച്ചത് കുഫറാണ്. അറബിയിൽ അരബിയിൽ പറയുന്ന ഒരു കാര്യം കൃത്യവും വ്യക്തവുമാകുന്നത് അതിന്റെ വിപരീതം ഗ്രഹിച്ചാൽ. മര്യാദ എന്താണെന്ന് അറിയണമെങ്കിൽ മര്യാദ കേടെന്താണെന്ന് അറിയണം. അപ്പൊ ഖുർആൻ പലയിടത്തും ശുക്റിനിപ്പുറം അതിന്റെ വിപരീതമായിട്ട് കുഫർ ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് ഖുർആൻ ഓതുകയാണെങ്കിൽ അത്തരം ചില സംഗതികൾ മനസ്സിലാക്കാം. ഉദാഹരണം സൂറത്തുൽ ഇബ്രാഹിം, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്നായി സദാ ശുക്ർ കാണിക്കുന്ന പക്ഷം ലഅസീദന്നകും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു ഏറ്റിത്തരും. ആലിമീങ്ങൾ പറയുന്നു ലഅസീദന്നകും എന്ന് പറയുമ്പോൾ ആ ലാമു തൗക്കീദാണ്. അവസാനത്തെ ശുദ്ധുള്ള നൂറും അതേ. പക്ഷെ വളരെയേറെ തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ നന്നായി സദാ നന്ദി കാണിക്കുന്നു, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അല്ല പറഞ്ഞു. തൊട്ടുള്ളവർ പറയുന്നു വലഇൻ കഫർതും, ഇനി നിങ്ങൾ കാഫറാകുകയാണ്, നന്ദി കെട്ടതാണ്. കുഫർ എന്ന് പറഞ്ഞാൽ നന്ദി കേടാണ് എൻ്റെ ഉള്ളിലുള്ളത്. വലഇൻ കഫർതും, ഇനി നിങ്ങൾ കാഫറാകുകയാണെങ്കിൽ, നന്ദി കെട്ടവരാകുകയാണെങ്കിൽ, നന്ദി കെട്ടവരെ കാഫർ എന്നാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. ഇന്ന അദാബീ ലശദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ കടുകഠിനമാണ്. ഇങ്ങനെ ഖുർആൻ പലരും ശുക്റിന്റെ മുഖാമുഖമായിക്കൊണ്ട് കുഫർ. അപ്പൊ നമുക്ക് ശുക്റില്ലെങ്കിൽ പിന്നെ സംഭവിക്കുക കുഫറാണ്. അത് മഹാദുർഭാഗ്യമാണ്. ഇരുത്ത് കഷ്ടനഷ്ടങ്ങൾ ദുനിയാവിൽ മാത്രമല്ല ശാശ്വതമായ പരലോകത്തിൽ നമുക്കത് വരുത്തി വെക്കും. അല്ലാഹു തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുന്നതാണ്. ഇപ്പൊ ശുക്ർ ഉണ്ടാവണമെങ്കിൽ ഒന്നാമതായി അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയുള്ള നിരീക്ഷണങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ അടിസ്ഥാന നിലപാട്. അല്ലാഹു തആല ഇലാഹാണ്. ഇലാഹ് എന്ന ആ പദത്തിന്റെ പൊരുളാണ് എന്ത്? പൊരുളാണ്. അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്. പൊരുളാണ്. അല്ലാഹു തആല മാത്രമാണ് പൂർണ്ണാർത്ഥത്തിലുള്ള ഏക ഉടയവൻ.
ബാക്കിയെല്ലാം നമ്മളും നമ്മൾ അനുഭവിക്കുന്ന സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം അതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ പലതും അനുഭവിക്കുമ്പോൾ ഉടയവനോട് നന്ദി വേണ്ടേ? അല്ലാഹു തആല ഇലാഹാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ നിന്ന് സ്വയം വ്യക്തമാകുന്ന, നല്ല മലയാളത്തിൽ പറഞ്ഞാൽ അനുക്ത സിദ്ധം നിർമ്മിക്കും. അല്ലാഹു തആല മാത്രമാണ് എന്റെ ഇലാഹ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് സ്വയം വെളിവാകുന്ന എന്താണ്? ഞാൻ അടിയാനാണ്, അടിമയാണ്. അതെന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ പറയാതെ വ്യക്തമാകുന്നതാണ് ഞാൻ അവന്റെ ഭർത്താവാണ്. ഇതിനെ പറയേണ്ടില്ല. ഇതെന്റെ മകനാണെന്ന് പറഞ്ഞാൽ പറയാതെ വ്യക്തമാണ് ഞാൻ പിതാവാണ്. ഇതിനുപരി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഹൃദയപൂർവ്വം നമ്മൾ പറയുമ്പോൾ നമ്മൾ സമ്മതിച്ച് അംഗീകരിക്കുന്ന വസ്തുതയാണ് ഞാൻ എപ്പോഴും എവിടെയും ഒരു അടിമയാണ്. ഒടയവന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഉടയവൻ സംവിധാനിച്ച ദുനിയാവിൽ ജീവിക്കുന്ന ഞാൻ ഉടയ തമ്പുരാനോട് സാധിക്കുന്ന വിധത്തിലെല്ലാം വിഷയം വളരെ വിവരമാണ്. നബി ഒരിക്കൽ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മുഅ്മിനിന്റെ കാര്യം അള്ളാഹുവിനെ അറിഞ്ഞംഗീകരിച്ച സാക്ഷാൽ മുഅ്മിനിന്റെ കാര്യം മഹാത്ഭുതം. എന്താ കാര്യം? ഓരോ കാര്യങ്ങളിലും നമുക്ക് നല്ലത്. നമ്മൾ പ്രയാസമെന്ന് കാഴ്ചക്കാർ പറയുന്നത് അടക്കം അന്തിമ വിശകലനത്തിൽ അത് അവനിക്ക് നന്മയായി, അനുഗ്രഹമായി. ഇനിയൊരു പ്രയാസം അയാൾക്ക് വന്നാൽ അയാൾ ക്ഷമിക്കും. അപ്പോൾ അത് അയാൾക്ക് നന്മയായി ഭവിക്കും, പുണ്യം കിട്ടും, ധാരാളം പുണ്യം. ഇനി ഒരു അനുഗ്രഹം കിട്ടിയാൽ ശക്കര, നന്നായി നന്ദി കാണും. അപ്പോഴും അവനിക്ക് പുണ്യം ധാരാളമാണ്. അങ്ങനെയായാലും ഇങ്ങനെയായാലും പുണ്യം സമ്പാദിക്കുന്നവനും സമ്പാദിക്കേണ്ടവരുമാണ് യഥാർത്ഥ സത്യവിശ്വാസം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അങ്ങനെയുള്ള സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ, സൂറത്തുൽ സബ് അടക്കം പലയിടങ്ങളിലായി സബ്ബാരിൻ ശക്കൂർ എന്ന പ്രയോഗമാണ്. അതൊന്നും ശ്രദ്ധിക്കണം. ഖുർആന്റെ മാസം വരാൻ പോകും. സബ്ബാരിൻ ശക്കൂർ, അതിന്റെ പൊരുള് കേട്ട് ക്ഷമിക്കുന്നവനും നന്നായി സദാ നന്ദിയാണ്. സബറും ശുക്റും ഖുർആൻ ചേർത്ത് വന്നു. ഒരു നാണയത്തിന് രണ്ട് പുറം കണക്കെ അഭേദ്യമാവിധം ബന്ധപ്പെട്ട് കിടക്കുന്നു സബറും ശുക്റും. ജീവിതത്തിലുടനീളം ഉണ്ടാവുന്നു. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും പൊതുജീവിതത്തിലും അങ്ങനെയെല്ലാം മഹാനായ ഉമർ റളിയല്ലാഹു പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സബറും ശുക്റും രണ്ട് വാഹനങ്ങളായി എന്റെ മുമ്പിൽ ഹാജരാക്കണം. ലാ ഉബാലി, ഞാൻ നഷ്ടമാക്കുകയില്ല. ഐ ഡോണ്ട് മൈൻഡ്. ഏത് വാഹനത്തിൽ സബറുള്ളവനിക്ക് ശുക്റുണ്ടാവും, ശുക്റുള്ളവനിക്ക് സബറുണ്ടാവും. അല്ലറ ചില്ലറ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾക്കൊക്കെ ഉണ്ടാവും. അത് ഈ ദുനിയാവിൽ ഉറപ്പല്ല. അങ്ങനെ അതൊന്നും ഇല്ലാത്തൊരു ലോകം നാളെ ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗം മാത്രമാണ്. അല്ലാഹു തആല നമ്മെല്ലാം സ്വർഗാവകാശത്തിൽ ഉൾപ്പെടുത്തുമാറാണ്. ഈ ദുനിയാവിൽ പ്രശ്നവും പ്രയാസം ഉണ്ട്. പക്ഷെ അത് കുറച്ചാണ്. അത് നമ്മൾ പടച്ചവന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ക്ഷമിച്ചാൽ അനുഗ്രഹങ്ങളുടെ അപാരമായ വളരെ വിപുലമായ പട്ടിക നമ്മളെ അനുഗ്രഹിക്കുന്ന പ്രയാസങ്ങളും അനുഗ്രഹങ്ങളും തട്ടിച്ചു നോക്കുമ്പോൾ അനുഗ്രഹങ്ങളാണ് വളരെ വളരെ അധികം. ഖുർആനിൽ ഈ ഓതിവെച്ച സൂറത്തിൽ പടക്കുതിരകളെ പിടിച്ച് സത്യം ചെയ്യാം. ആദ്യത്തെ 5 ആയത്തുകളും പടക്കുതിരകളാണ്. അതിന്റെ മേത്തരം കുതിരകൾ. അത് പുലർകാലത്ത് പടക്കളത്തിലേക്ക് പാഞ്ഞു കയറി പൊടി പടർത്തി തീപ്പാക്കി അവസാനം
വെട്ടും കുത്തി മെരിക്കൽ ചത്തുപോലൊരു പുറത്ത് വരും. ഇത് ആളുകൾക്ക് നല്ല പരിചയമുള്ള സാധനം കുതിര. അക്കാലത്തുള്ള ഏറ്റവും വലിയ മഹത്തായ സംഗതിയാണ് ഒരാൾ സ്വന്തമായി കുതിര ഉണ്ടാകുന്നത്. ആ കുതിരയെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കാര്യം പഠിപ്പിക്കണം. എന്താ? എന്തുകൊണ്ടാണ് യജമാനെന്ന് നീ തൽക്കാലം തെറ്റിദ്ധരിക്കുന്ന ഈ കുതിര നിനക്ക് വേണ്ടി പടക്കളത്തിൽ പോയി വെട്ടും കുത്തും എഴുതി ചത്തു വീഴുന്നത്? നിനക്ക് കുതിരക്ക് തമ്മിൽ എന്താ ബന്ധം? കുതിര പടച്ചത് നീയല്ല. കുതിരക്ക് അതിൻ്റെ സഹജമായ നല്ല പ്രകൃതികൾ, പേശി ബലം ഉൾപ്പെടെയുള്ളത് നൽകിയത് ആരും. അകപ്പാടെന്താ ബന്ധം? കുതിരയെ വിൽക്കുന്ന അങ്ങാടിയിൽ നിന്ന് അതിന് വാങ്ങിക്കൊണ്ടുകൊണ്ട് കുറച്ച് നാളും പുല്ലും വെള്ളവും കൊടുക്കുകയും പരിപാലിക്കുകയും ചെയ്യും. വളരെ തുച്ഛമായ ബന്ധമാണ് ഉള്ളത്. പക്ഷെ ഈ ബന്ധത്തിന് പേരിൽ അത് നിനക്ക് വേണ്ടി ജീവൻ തന്നെ വെടിയാൻ സന്നദ്ധമാകുന്നു. അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും മനുഷ്യൻ അവന്റെ റബ്ബിനോട് വളരെ നന്ദി കെട്ടവനാകുന്നു. അവന്റെ നിലപാടുകളും സമീപനങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ അവന്റെ നന്ദികളുടെ അടയാളങ്ങളാണ്. അതിങ്ങനെ ആകാൻ കാരണം അത് പറയുന്നുണ്ട്. ഖുർആൻ ആറ്റിക്കുറിച്ച് പറയാണ്. നമ്മൾ ഓരോരുത്തരും വിശദമായി വിശകലനം ചെയ്യണം. വിത്തപ്രേമം എന്ന ചിത്തരോഗം കൊണ്ടാണ് അങ്ങനെയായി. വിത്തം എന്ന് പറഞ്ഞാൽ സമ്പത്താണ്. വിത്തമെന്തിനും അത്യന്തിനും വിദ്യ കൈവശമാവുകയെന്നല്ലേ മദ്യം. അപ്പൊ വിത്തം ദുനിയാവിലെ എല്ലാ ജ്ഞാനത്തും വിത്തത്തിൽപ്പെടും. ആ വിത്തപ്രേമം ഒരു ചിത്തരോഗം പോലെ ബാധിച്ചു. അങ്ങേയറ്റത്തെ ആർത്തിയും ഭൗതികാസക്തിയും ഭൗതിക പ്രവർത്തനയും സുഖലോലതയൊക്കെ അവനെ ആകെ മൊത്തം വിഴുങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവനിങ്ങനെ കുതിരക്കുള്ള നന്ദി പോലും അതാണ്. നമ്മൾ കക്കാരെ ദേഷ്യം പിടിച്ചാൽ കഴുത എന്ന് പറയാൻ ആർക്ക് നന്ദി? കുതിരയാന്ന് പറയും. പക്ഷെ ആ കുതിര നിന്നോട് കാണിക്കുന്ന നന്ദി അതുപോലും നീ നിന്റെ റബ്ബിനോട് കാണിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, വിഷയങ്ങൾ വിശകലനം ചെയ്ത് ആത്മപരിശോധന നടത്താൻ തുനിയം. സബറും ശുക്രും ഒപ്പത്തിനൊപ്പം ഏറാജ് പോയപ്പോ സംഭവവശാൽ എന്റെ വകയല്ല, നബിന്റെ വക. എന്താ നരകത്തിലായും പെണ്ണുങ്ങളെ അറിഞ്ഞു. അത് പറയുന്നത് അങ്ങനെ ആവാതിരിക്കാനാണ്. അങ്ങനെ ആവാതിരിക്കാൻ അതിൻ്റെ പറയാത്ത കാരണം രണ്ട് കാര്യമാണ്. അതിലൊന്ന് നന്ദികൾ. കുടുംബനാഥനോട് അയാളുടെ ഭാഗത്തിൽ വീഴ്ചകൾ വരുമ്പോൾ എന്തോ 4 കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട്. പറയുന്നു ദീർഘമായ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു ഗുണവും ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞു പോകുന്നതായിരിക്കാം, പക്ഷെ അത് വലിയ മോശപ്പെട്ടതാണ്. അങ്ങനെ കുടുംബതലം മുതൽ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നമ്മൾക്ക് നന്ദി എന്ന സ്വഭാവമാണ്. പരസ്പരം നന്ദി കാണിക്കുക എന്നതും അല്ലാഹുവിനുള്ള നന്ദിയുടെ ഭാഗമാണ്. പക്ഷെ പേർക്കാൻ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അനുഗ്രഹങ്ങൾ അറിഞ്ഞാൽ പോരാ, അനുഗ്രഹങ്ങളുടെ ഉടയവനാണ്. പലപ്പോഴും പറയാറുണ്ട്, തള്ളക്ക് മകൻ മാസം 10,000-15,000 രൂപ അയക്കുന്നുണ്ട്, സുഭിക്ഷമായി കഴിയാൻ. അത് പോസ്റ്റ്മാൻ കൊണ്ടുവരും. തള്ള തെറ്റിദ്ധരിക്കുന്നു, ഇത് പോസ്റ്റ്മാൻ്റെ പറയാം. തള്ളയുടെ കാര്യമായ പരിപാടി പോസ്റ്റ്മാനിക്ക് സൽക്കാരം കൊടുക്കുക, പോസ്റ്റ്മാനെ വാഴ്ത്തുക, പോസ്റ്റ്മാനിക്ക് സന്തോഷം കാണിക്കുക, അയച്ച മോനിക്ക് കത്ത് വരെ വെക്കുക. ഇതുപോലെയാണ് നമ്മൾ പലരും. നമുക്ക് ചില പോസ്റ്റ്മാൻമാരിലൂടെയായിരിക്കാം അല്ലാഹുവിൻ്റെ അനുഗ്രഹം വരുന്നത്. നമ്മൾ പോസ്റ്റ്മാനിലേക്കാണ് ചായ നൽകും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ശുക്ർ ശിർക്കായ അതപ്പതി. വളരെ വലിയ വിഷയമാണ്. തികഞ്ഞ ജാഗ്രത വേണം. സബറും ശുക്രുമുള്ള നല്ലവരായി തീരാൻ നമ്മളെല്ലാവരും കുടുംബസമയം ജാഗ്രതാപൂർവം പ്രാർത്ഥനാപൂർവം പരിശ്രമിക്കണമെന്ന്
ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ സാബിരീങ്ങളിലും ഷാകിരീങ്ങളിലും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആനിൽ സ്ഥലത്ത് അല്ലാഹു നിർത്താൻ പറയുന്നു, അല്ലാതെ നിർത്താൻ മാ യഫഅലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശകർതും വആമൻതും വകാന അല്ലാഹു ശാകിറൻ അലീമാ. അല്ലാഹു ചോദിക്കുക, മാ യഫഅലുല്ലാഹു ബിഅദാബിക്കും, നിങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ട് അല്ലാഹ് എന്താ കാര്യം? അല്ലാഹ് നിങ്ങളെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ആൾക്കില്ല. സാധിക്കുന്നത്ര ഇളവ് നൽകി എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഗേറ്റിലോ, സ്വർഗത്തിൽ 8 ഗേറ്റും നരകത്തിൽ 7 ഗേറ്റോ, ഒരു ഗേറ്റ് കൂട്ടാം, എങ്ങനെയെങ്കിലും എൻ്റെ അടിയാറുകൾ സ്വർഗത്തിലെത്തണമെന്നതാണ് അതാണ് നിലവാരം. പക്ഷെ നമ്മൾ കൂട്ടാക്കുന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ഈ ഗേറ്റില്ലെങ്കിൽ ആ ഗേറ്റ്, അങ്ങനെ ശ്രദ്ധിക്കട്ടെ. അപ്പൊ അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിച്ചിട്ടുള്ളത് കാര്യമാണ്. ഇൻ ശകർതും വആമൻതും, നിങ്ങൾ ശുക്റുള്ളവരാകുകയും ഈമാനുള്ളവരാകുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹു ശാകിറൻ. തീർച്ചയായും അല്ലാഹു തആല റെസിപ്രോക്രേറ്റീവ് ആയിട്ട് അങ്ങോട്ട് എത്ര കാണിച്ചാൽ ഇത് പല മടങ്ങ് അധികം ഇങ്ങോട്ട് ഔദാര്യം കാണിക്കും. പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സജീവ ശ്രദ്ധ പതിയണം. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് ഉദവി നൽകി അനുസരിക്കും.